പ്രിയ സഹോദരന്മാരെ, ഭാരതം സ്വതന്ത്രമായിട്ട് ഇന്ന് 79 വർഷമാവുകയാണ്. 78 വർഷം നമ്മൾ സ്വതന്ത്രരായി ജീവിച്ചു എന്ന് നമ്മൾ ഈ വലിയ സമയത്ത് ചിന്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ തന്നെ ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ കാലത്തെ സ്വാതന്ത്ര്യ സമരം പോലെ ഇന്ന് നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് വേണ്ടത്? അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഭാരതത്തെ നയിക്കുവാനുള്ള യുവതീമാക്കന്മാരോടുള്ള ഒരു ചോദ്യമാണ്, പഴയ കാലത്തെ പോലെ ഒരു സ്വാതന്ത്ര്യ സമരം ഇന്ന് ഈ നിമിഷം ഈ നാട്ടിൽ പൊട്ടിപ്പുറണമെങ്കിൽ അത് ഏത് അല്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്ന്, സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സാങ്കേതിക സ്വാതന്ത്ര്യം, അതല്ല എങ്കിൽ ചിന്തകളുടെ സ്വാതന്ത്ര്യം. ഇതിലേത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ കൂടുതൽ സമരം ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാവുക? സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾ തയ്യാറാവുക? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അധ്യക്ഷ പ്രസംഗമാണെങ്കിലും മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിന് 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ആയിരിക്കുമ്പോഴും ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു യുവതലമുറ നമുക്കുണ്ട് എന്നത് വലിയ വേദനാജനകമാണ്. തുടക്കത്തിലെ തന്നെ അച്ഛൻ ഞങ്ങളെ വിഷമിപ്പിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കരുത്. ഇതൊരു ആമുഖം മാത്രമാണ്. എന്തിനാണ് ചോദിച്ചാൽ, അടുത്ത വർഷങ്ങളിലെ വരും വർഷങ്ങളിൽ ഭാരതത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട യുവതലമുറ ഇന്ന് അവരുടെ ബ്രെയിൻ, ബുദ്ധി മറ്റുള്ളവർക്ക് അടിയറവച്ച പിന്നെ ഈ ഭാരതത്തിന്റെ അഖണ്ഡത, ഭാരതത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക. നമ്മുടെ പൂർവികർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു ചിന്ത, അതിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചപ്പോഴാണ് ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും തുടങ്ങുന്ന വലിയ നേതാക്കന്മാരുടെ ആ വലിയൊരു സ്വപ്നത്തെ, ആ സ്വപ്നം എത്ര പേരിലേക്ക് എത്തിക്കാനായി സാധിച്ചുവോ, അവരിൽ ആ ചിന്തയെ നിലനിർത്താൻ സാധിച്ചുവോ, അതിനനുസരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എത്രയും പെട്ടെന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയായി ഈ ഭാരതത്തെ നയിക്കേണ്ട ഈ യുവതീയുവാക്കന്മാരാണ് ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ ചിന്തയിൽ ഭാരതാംബയെ കുറിച്ചുള്ളൊരു നല്ലൊരു ചിത്രമില്ല എങ്കിൽ, ഭാരതത്തിന്റെ യഥാർത്ഥ അഖണ്ഡത എന്താണ് എന്ന്, അതിന്റെ സെക്യുലറിസം എന്താണ് എന്ന് വ്യക്തതയില്ല എങ്കിൽ മറ്റാരുടെയെങ്കിലും ബുദ്ധി നമ്മെ ഭരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള
ഒരു വ്യക്തിയല്ല ഭാരതത്തിന് ആവശ്യം. അങ്ങനെയുള്ള ഒരു പൗരനെയല്ല ഭാരതത്തിന് ആവശ്യം. അതിനുവേണ്ടിയല്ല ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന നിലയിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്ക് വിദ്യാഭ്യാസവും അറിവും സംരക്ഷണവും നൽകി വളർത്തുന്നത്, നമുക്ക് സംസാരിക്കുവാനും നമ്മുടെ ആശയം പ്രകടിപ്പിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും നമുക്ക് അവകാശം നൽകിയിരിക്കുന്നതും ഈ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഭാരതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഭാരതത്തിന്റെ യശസ് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള യുവതീവാക്യന്മാരാണ് ചോദിക്കുക, ഇനിയൊരു സ്വാതന്ത്ര്യ സമരം വേണ്ടി വന്നാൽ നിങ്ങളെ ഏക മനസ്സോടെ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണും. കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, ആ ഉറക്കത്തിൽ നിന്നും നമ്മളെ വിളിച്ചെണീപ്പിക്കുന്ന സ്വപ്നം കാണും. അങ്ങനെയുള്ള യുവതി യുവാക്കളെയാണ് ഇന്ന് ഭാരതത്തിന് ആവശ്യം. തങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഊണും ഉറക്കവും ത്യജിക്കാൻ തയ്യാറായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ, പൂർവ്വ നേതാക്കന്മാരെ പോലെ ഉറക്കമടച്ച് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന യുവതി യുവാക്കന്മാരെയാണ് ഇന്ന് ഭാരതാംബയ്ക്ക് ആവശ്യം. അതിന് തയ്യാറാണോ എന്ന് നിങ്ങളോട് ചോദിക്കുക. അതിനുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്ന് ചോദിക്കുക. മഹാത്മാഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർക്ക് ഭാരതത്തെ കുറിച്ച് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ലഭിച്ചപ്പോ അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമിതാണ്, ഉണ്ണാനും കൊടുക്കാനും പോലുമില്ലാത്ത ഇന്ത്യൻ ജനത അവരിനി എങ്ങനെയാണ് ആ ഒരു ദേശത്തെ ഭരിക്കാൻ പോകുന്നത് എന്ന്. വർഷങ്ങൾ കഴിഞ്ഞ് 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോ നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളതാണ്, ഇന്ന് നമ്മുടെ ഭാരതം ലോകത്തിന്റെ നെറുകയിലുള്ള ശക്തി കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഈ ഭാരതത്തിന്റെ മൂല്യം കൊണ്ടാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമായി നമ്മൾ പറയുക. വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങള്, വിവിധ മതങ്ങള് എല്ലാം ഏകോര സഹോദരങ്ങളെ പോലെ ശാന്തമായി ജീവിക്കുന്ന ഭാരതം. അതാണ് ഓരോ ഭാരതീയന്റെയും സ്വപ്നം. ഈ നാളുകളില് അതിനൊക്കെ കരിവാരിത്തേക്കപ്പെടുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് സത്യമാണ്. പക്ഷേ ഓരോ ഭാരതീയനും ഓരോ പൗരനും ഇങ്ങനെയുള്ള ഇന്ത്യയുടെ ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന, മതസ്വാതന്ത്ര്യത്തെ തകർക്കുന്ന, ഒരു സ്വൈര ജീവിതത്തെ തകർക്കുന്ന തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് കടപ്പെട്ടവർ കൂടിയാണ്. അത് ഭാരതത്തിന്റെ മൂല്യത്തെ, ഭാരതാംബയുടെ, നമ്മുടെ അമ്മയുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. ആസ്വദനവുമായി നടക്കുന്നവരായിരിക്കണം നമ്മുടെ ഓരോ യുവതി യുവാക്കന്മാരും. ഓരോ യുവതി യുവാക്കന്മാരും ഈ സ്വപ്നം മനസ്സിലുള്ളവരായിരിക്കണം. അതിനുവേണ്ടിയാണ് ശംഭൂരി പോലെയുള്ള ഈ വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്.
സ്വപ്നം കൊണ്ട് മാത്രം ജീവിക്കുന്നവരായി തീരരുത്. ഇന്ന് ഏത് ക്ലാസ്സുകളിൽ പോയാലും യുവതി യുവാക്കന്മാരോടോ മറ്റുള്ളവരോട് ചോദിച്ചാൽ എന്ന് പറയുന്ന കാര്യം സ്വപ്നമുണ്ടോ? ഉണ്ട്. സ്വന്തം ജീവിതത്തെ കുറിച്ച് നല്ല സ്വപ്നമുണ്ട്. പക്ഷേ കൂടി ഉള്ളവരെ കൂടി ചേർത്ത് നിർത്തുന്ന സ്വപ്നം എന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നേടി നൽകിയ നമ്മുടെ പൂർവ്വ നേതാക്കന്മാരെ ഒരിക്കലും അവരുടെ മാത്രം സന്തോഷത്തിന് വേണ്ടി, അവരുടെ മാത്രം കാര്യപ്രാപ്തിക്ക് വേണ്ടി, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അധ്വാനിച്ചവരായിരുന്നില്ല. ഒരു ദേശത്തിന് വേണ്ടി, ഒരു രാഷ്ട്രത്തിന് വേണ്ടി കഠിനമായി അവരുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചവരാണ്. അങ്ങനെയുള്ള യുവതി യുവാക്കന്മാരെയാണ് നമുക്ക് ആവശ്യം. ശ്രീ വിവേകാനന്ദൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്താണോ ചിന്തിക്കുക അത് നിങ്ങളായിത്തീരും. പ്രിയ സഹോദരനെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം തന്നെയായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് ആയിത്തീരാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എപ്പോഴും ചേർന്ന് വരികയുള്ളൂ. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ അത് തന്നെ ആയിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നല്ലതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ത്യാഗി സമൂഹത്തിൽ എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ചിന്തകൾ പുറകെ നിങ്ങൾ നടക്കണം. ഏതുവിധ ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്ന്, ക്രിയാത്മകമായ ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് നിങ്ങൾ പഠിക്കണം. അങ്ങനെയാണ് എങ്കിൽ കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാൻ, പോസിറ്റീവായി ചിന്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഓടി വരും. നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ രാഷ്ട്രത്തെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ മതത്തെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ ഓരോ സംഘടനകളെ കുറിച്ചുള്ള ചിന്തകൾ, ഇവിടെയൊക്കെ ഒരു ക്രിയാത്മകമായ ചിന്തയുണ്ട് എങ്കിൽ അതിലൂടെയെല്ലാം നിങ്ങൾ കൂടുതൽ നന്മയിലേക്ക് വളർന്നു വരും. അവിടെയൊക്കെ നിങ്ങളുടെ മനസ്സിലെ ചിന്ത അത് ക്രിയാത്മകമല്ല എങ്കിൽ, പോസിറ്റീവ് അല്ല എങ്കിൽ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് എങ്കിൽ ആ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ എല്ലാ ഹൃദയങ്ങളും നിറയുകയും ചിന്തകൾ നിറയുകയും നിങ്ങൾ പോകുന്നിടത്തേക്കെല്ലാം ആ ചിന്തകളെ നിങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചില സംഘടനകള്, ചില മതങ്ങളൊക്കെ എപ്പോഴും തെറ്റായ ദിശയിൽ സഞ്ചരിക്കുക. എല്ലാ മതത്തിന്റെയും അടിസ്ഥാനം ഒന്ന് സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈശോനാഥൻ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വാക്യം തന്നെയാണ്, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. എല്ലാ മതങ്ങളുടെയും യഥാർത്ഥമായ അടിസ്ഥാനം തന്നെയാണ് ഡിവൈൻ പവറിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മെ പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനെ വിനീതമായി പഠിപ്പിക്കുന്നതല്ല, അത് ആ മതത്തിന്റെ യഥാർത്ഥമായ പഠനമല്ല എന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും അപകടകരമായി തീരുന്ന പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് സ്നേഹപൂർവ്വം നിങ്ങളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ നിരീക്ഷിക്കണം. രാഷ്ട്രത്തിന്, സമൂഹത്തിന്, വ്യക്തി ജീവിതത്തിന് ഈ മൂന്ന് മേഖലകളില് നന്മയുണ്ടാകാത്ത ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ലഭിക്കുന്നത് എങ്കിൽ ആ ചിന്തയെ വീണ്ടും
യുവതിയും ഒരു യുവാവുമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റാരുടെയോ ചട്ടകമായി പ്രവർത്തിക്കുന്ന 75 വർഷത്തിന് 79 വർഷത്തിന് മുമ്പുള്ള അടിമയായി തന്നെ ജീവിക്കേണ്ടി വരും. 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് ആ ഒരു ദിവസം കൊണ്ട് മാത്രം ലഭിക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി നമ്മുടെ പൂർവ്വ നേതാക്കന്മാർ അധ്വാനിച്ച അധ്വാനമുണ്ട്. അവര് കൈപിടിച്ച മൂല്യമുണ്ട്. ആ മൂല്യം നഷ്ടപ്പെടാതെ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രയത്നിക്കാൻ ആർക്കൊക്കെ സാധിക്കുന്നുവോ അവൻ മാത്രമേ ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനായിട്ട് ഭാരതാംബയുടെ മകനായിട്ട് മകളായിട്ട് മാറുകയുള്ളൂ. ആ ഒരു വലിയ സത്യങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് നമുക്ക് നന്ദിയുടെ ഒരു വലിയ എനർജി നമ്മൾ സ്വന്തം ജീവിതത്തിൽ സൂക്ഷിക്കണം. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികര് ജീവൻ കൊടുത്ത് നേടിത്തന്നതാണ്. വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ആരോഗ്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു വേണ്ടി നിങ്ങളുടെ അപ്പനും അമ്മയും സമയവും പണവും അവരുടെ കഴിവുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ്. ഇവിടെ നല്ല വസ്ത്രം ധരിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി വന്നിരിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും സ്നേഹമുള്ളതുപോലെ തന്നെ ഈ സ്വതന്ത്ര ഭാരതത്തിന് മനസ്സമാധാനത്തോടെ ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നത്. അതിന് പുറകിൽ നമുക്ക് സംരക്ഷണം നൽകുന്ന വലിയൊരു നീണ്ട നിലയുണ്ട്. ഒന്ന്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പൂർവ്വ നേതാക്കന്മാർ തന്നെയാണ്. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് അടങ്ങുന്ന വലിയൊരു നീണ്ട നിലയുണ്ട്. അഹിംസയുടെയും സ്നേഹത്തിന്റെയും ആ വലിയ പാഠം പഠിപ്പിച്ചു തന്ന, സാമൂഹിക സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു തന്ന നമ്മുടെ നേതാക്കന്മാര്. അതുപോലെ ഇന്ന് നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈനികർ, എന്തു വന്നാലും നമ്മെ സംരക്ഷിക്കുവാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത് നമ്മെ സംരക്ഷിക്കുന്ന ഒരു വലിയ സൈനിക വൃന്ദം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന് അവര് സംരക്ഷണം നൽകുകയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ സ്നേഹത്തോടെ കൂടി ആയിരിക്കാൻ സാധിക്കുകയാണ്. വലിയ ആശ്വാസത്തോടെ കൂടി ആയിരിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവരെയും നമ്മളോടുകൂടി ഓർക്കേണ്ട ദിവസമാണ്. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകി ബലിയാകുന്ന സൈനികരെ സ്നേഹത്തോടെ ഓർക്കേണ്ട സുദിനമാണ്. ഇങ്ങനെ നന്ദിയുടെ വലിയൊരു നന്മ കാണിക്കേണ്ട വലിയ സുദിനമാണിത്. അങ്ങനെയുള്ള നന്ദി നമ്മൾ കാണിക്കുമ്പോൾ ഒരു കാര്യം കൂടി മറന്നു പോകരുത്. നമ്മുടെ ചുറ്റുവട്ടം ഇരിക്കുന്നവരെ കൂടി നമ്മൾ മറന്നു പോകരുത്. അവരോട് നന്ദി കാണിക്കണം. ഇന്ന് നിങ്ങളിവിടെ വരാൻ കാരണമായിട്ടുള്ളവരോട് നിങ്ങൾ നന്ദി കാണിക്കണം. ഈ ഭൂമിയിൽ ആയിരിക്കാൻ സാധിച്ച നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിന്റെ ഭാവമാണ്. അവരോട് നന്ദി കാണിക്കണം. ഇങ്ങനെ നന്ദിയുടെ വലിയൊരു നീണ്ട നിര നമ്മുടെ മുമ്പിലുണ്ട്. വീണ്ടും ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് തുടക്കപ്പെടാനുള്ള സമയമാണ്. ഭാവിയുടെ നേതാക്കളാകേണ്ടവരാണ് നിങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ രക്തം നൽകുക, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം തീഷ്ണതയോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി യുവാക്കന്മാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ, ജനങ്ങളെ അത്രമാത്രം തീഷ്ണതയോടെ നയിച്ചവനാണ് സുഭാഷ് ചന്ദ്രബോസ്. അവർ പറഞ്ഞ വാക്കിതാണ്: നിങ്ങൾ രക്തം നൽകുക, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നുള്ളതാണ്. ഇത് വെറും വാക്കില്ല, ഒരു ആഹ്വാനമായിരുന്നു എന്ന് ഈ 79
ദൃഢനിശ്ചയം ചെയ്യുമ്പോ യഥാർത്ഥത്തിലൊരു ഇന്ത്യൻ പൗരനായി മാറും. അങ്ങനെയുള്ള ഒരു പൗരനോടാണ് ഈ അച്ഛൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പൗരനെയാണ് ഭാരതത്തിന് വേണ്ടത്. സ്വന്തം രക്തം പോലും ഭാരതത്തിന് വേണ്ടി നൽകുവാൻ തയ്യാറാകുന്ന ഒരുവനെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ ഭാരതത്തിന്റെ അഖണ്ഡത കളയില്ല, ഭാരതത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മയെ അടിച്ചേർന്ന് നോക്കിയിരിക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അമ്മ വേദനിച്ചാൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നെങ്കിൽ ഭാരതാമ്മ വേദനിച്ചാല് നിങ്ങളുടെ മനസ്സ് വേദനിക്കണം. ഭാരതാമ്മ വേദനിച്ചാല് അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്നുണ്ട് എന്ന് ഒരു പൗരനിലയിൽ നിങ്ങൾക്ക് തോന്നിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിൽ ഏറ്റവും വലിയൊരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. എന്താ അറിയോ? ഭാരതാംബ അപമാനിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുമ്പോ, എന്റെ അമ്മ വേദനിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോ, അവളുടെ മൂല്യങ്ങള് നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് മറ്റുള്ളവര് അതിനെ നശിപ്പിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോ, പ്രിയവതി യുവാക്കന്മാരെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്: എങ്ങനെയാണ് അത് പ്രതികരിക്കാൻ സാധിക്കുക? അതിന് എന്ത് ആയുധമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്തായുധമാണുള്ളത്? ഏറ്റവും ശക്തമായ വലിയൊരു ആയുധം ഇത് നിങ്ങളുണ്ട്: സോഷ്യൽ മീഡിയ. സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പുതിയ ശബ്ദമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു വിനോദത്തിനുള്ള ഉപാധിയായിട്ടല്ല, മറിച്ച് സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായൊരു വേദിയായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പ്രവർത്തിക്കണം. ഇതിനു വേണ്ടിയാണ് സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായൊരു വേദിയായിട്ട് ഉപയോഗിക്കണം. പഴയകാല സ്വാതന്ത്ര്യ സമര പോരാളികള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ചെയ്തത് പോസ്റ്ററുകളും ലഘുലേഖകളും ഉപയോഗിച്ചു. അങ്ങനെയാണ് അവർ ആശയം കൈമാറിക്കൊണ്ടിരുന്നത്. പോസ്റ്റർ ഉണ്ടാക്കുമായിരുന്നു, ചെറിയ ലഘുലേഖകൾ അവർ കൈമാറ്റം ചെയ്യുമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ശക്തമായ ഒരു സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നല്ല ഭയവുമാണ്. കാരണം ഇന്ന് നമ്മളെല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. 4G 5G അടക്കമുള്ള നെറ്റ് സംവിധാനവും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനെ പോസിറ്റീവായ രീതിയിൽ, ക്രിയാത്മകമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഭാരതാംബയുടെ യശസ് ഉയരുകയുള്ളൂ. ഭാരതാംബയുടെ യശസ്സിന് കോട്ടം തട്ടുമ്പോഴാണ് പ്രതികരിക്കേണ്ടത്. അവളുടെ നന്മകളാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ മറ്റാരുടെയും ചട്ടുകമായി നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ വലിയൊരു ആയുധമാണ്. ഭാരതത്തെ തകർക്കുവാനും അതോടൊപ്പം തന്നെ ഭാരതത്തെ പിടിച്ചുയർത്തുവാനും അവരുടെ നന്മകളെ ഘോഷിക്കുവാനും. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് അറിവുള്ള വിഷയം, ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടന നമ്മോട് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ഖനിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക ഓരോ യുവാവും ഓരോ യുവതിയും സന്നദ്ധമാവേണ്ടതായിട്ടുണ്ട്. അത് ഭാരതത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനാദ്യം ഇന്ത്യൻ ഭരണഘടന പഠിക്കണം.
രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്. രാഷ്ട്രീയം നമുക്ക് വേണം, രാഷ്ട്ര പ്രവർത്തനങ്ങൾ വേണം. നല്ല രാഷ്ട്ര നേതാക്കന്മാരാകാനായി നമ്മൾ പഠിക്കണം. അതിനുള്ള വെല്ലുവിളിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുക. വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നിങ്ങൾ നല്ല അറിവുള്ളവരായി തീരണം. അതിനൊക്കെ പഠിക്കണം. അതിന് ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഗുരുകുലാധ്യക്ഷനായ അഭിനന്ദി മാർ ജോസഫ് ഞങ്ങളുടെ പിതാവാണ്. ഇപ്പോൾ 68 വയസ്സ്. ഇപ്പോഴും എഴുതി പഠിക്കും. രാത്രിയുടെ യാമങ്ങളില് ഏത് വിഷയവും ഒരു പുസ്തകം കിട്ടിയാലും അത് വായിച്ചു തീർക്കാതെ കിടക്കില്ല. ഏത് വിഷയത്തെ കുറിച്ചും നല്ലതുപോലെ വായിച്ചു പഠിക്കുന്ന ഒരു പിതാവിന്റെ പ്രസംഗങ്ങൾ കേട്ട് നോക്കുക. ഏതിനെ കുറിച്ചും വളരെ ശക്തമായി പഠിച്ച് അഭിപ്രായം പറയുന്ന ഇത്ര ശക്തനായ ഒരു ആത്മീയ നേതാവാണ്. അതുപോലെ തന്നെ നല്ലൊരു ദൈവശാസ്ത്ര നേതാവാണ്. ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ ഒരു പുത്രനുമാണ്. കാരണം ഭാരതത്തെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകൾക്കെതിരെയും സങ്കോചത്തോടെ എതിർത്തവർ. എനിക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെ പലവിധത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആദ്യത്തോട് പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല കാര്യവുമാണ്, നല്ലതിന് വേണ്ടി ഉപയോഗിച്ചാണ്. ഏറ്റവും മോശമായ കാര്യമാണ്, മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ വളരെ ശക്തമായ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ നിലയിൽ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വിവേചനാധികാരം നിങ്ങൾ ആർക്കും അടിയറ വയ്ക്കരുത്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം. എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിവുള്ളവരായിരിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. ഈ രാഷ്ട്രത്തിലുള്ള മറ്റു മതങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. നമ്മുടെ സമൂഹത്തിൽ തിന്മയായിട്ട് വരുന്ന കാരണം എന്താണ് നിങ്ങൾ പഠിക്കണം. അതാണ് ഈ ഭാരതാംബ നിങ്ങൾക്ക് നൽകുന്ന ഉത്തരവാദിത്വം. അതിന്റെ കടമയാണ് നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. ഈ രാഷ്ട്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഈ ഭാരതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഒരുപക്ഷെ നമ്മൾ പൈസ കൊടുത്താൽ പഠിക്കുന്ന പറയുമായിരിക്കും. പക്ഷെ ഈ അറിവ് നമ്മുടെ അധ്യാപകർക്ക് നൽകുന്നുണ്ട് എങ്കിൽ അത് എല്ലാം പഠിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരെ ചട്ടുതമായി മാറാൻ വേണ്ടിയുള്ളതല്ല. ഒരു ശക്തമായ പ്രസംഗം കേട്ട് അതിനെ ഭ്രമിച്ച് അതിനോട് ചേരാൻ വേണ്ടിയുള്ളതല്ല. അതിന്റെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കി എന്റെ പഠനങ്ങൾക്ക് വിധേയമാക്കി ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. അങ്ങനെ ശക്തരായ വലിയൊരു യുവതിയുമാക്കന്മാരുടെ നേട്ടത്തിനെയാണ് ആവശ്യമാക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണമേ എന്നുള്ള സ്നേഹമായ ഒരു ഉപദേശം കൂടി നൽകുകയാണ്. അത് യുവാക്കന്മാരായാലും യുവതികളായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ രാവിലെ കാപ്പി കുടിച്ചതും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതും എങ്ങോട്ടാ യാത്ര പോയതെന്നും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലോ നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ സ്വയം കുഴിക്കുന്ന കുഴികളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വ്യക്തികളായി മാറുകയാണ് സോഷ്യൽ മീഡിയയുടെ അതിയായ അല്ലെങ്കിൽ വിവേചനരഹിതമായ ഉപയോഗത്തിലൂടെ. സോഷ്യൽ മീഡിയയെ കുറിച്ച് നല്ലതുപോലെ നിങ്ങൾ പഠിക്കണം. അതിന്റെ 1000 നന്മകളുണ്ട് എങ്കിൽ അതിന് അടുത്ത 1000 തിന്മകൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഉപയോഗിക്കുന്നവന്റെ വിവേചനം മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അങ്ങ് ഹിരോഷിമയിൽ വീണതിനേക്കാൾ വലിയ അപകടമാണ്. അവിടെ 7 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വലിയ തിരിച്ചറിവ് വന്നു. അവർ
തിരിച്ചു വന്നു. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്ന അപകീർത്തിയെ 7 ജന്മം കൊണ്ട് പോലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം അത്ര അപകടകാരിയാണെന്ന് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അത് ആൺകുട്ടിയായാലും വേണ്ടില്ല, പെൺകുട്ടിയായാലും വേണ്ടില്ല. ഒരു ഓൺലൈൻ ബഹുമാനം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളില് എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഒരുവനോട് മോശമായി സംസാരിച്ച അവന്റെ അപ്പനെയും വല്യപ്പനെയും മുതുമുത്തശ്ശനെയും കൂടെ കുഴിമാടത്തിൽ കയറ്റിക്കൊണ്ടുവരുന്ന സംസാരത്തിനുണ്ടാവരുത് സോഷ്യൽ മീഡിയയിലൂടെ. അതായത് ഓൺലൈനില് തികഞ്ഞ ബഹുമാനം ഉണ്ടാവണം. സംസാരത്തില്, കമന്റ് ഇടുന്നതില്, പ്രോത്സാഹിപ്പിക്കുന്നതില് എല്ലാം. ഇത് നിങ്ങളോട് പറയാൻ കാരണമുണ്ട്, ഇന്നൊരു ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോ നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ആ നല്ലൊരു കമ്പനിയാണെങ്കിൽ അത് അവര് പരിശോധിക്കും, പഠന വിധേയമാക്കും. ഈ വ്യക്തി എന്നാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്, അവർ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ലൈക്ക് ചെയ്തിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, അവര് കമന്റ് ഇട്ടിരിക്കുന്നതൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് തീരുമാനമെടുക്കും. സർട്ടിഫിക്കറ്റില് പൂർണ്ണ യോഗ്യതയുണ്ട്, പക്ഷേ സ്വഭാവത്തിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിങ്ങൾ ഇടുന്ന ഒരു കമന്റ്, ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചെടുത്ത് നിങ്ങളുടെ തന്നെ നാശത്തിന്, അപമാനത്തിന് കാരണമായ രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് പറഞ്ഞ തികഞ്ഞ ബഹുമാനത്തോടുകൂടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ സാധിക്കണം. നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവണം. എവിടെയായാലും ഒരു ഇന്ത്യൻ പൗരനാണ് എന്ന് നമുക്കിപ്പോഴും സ്നേഹത്തോടെ പറയാനായി സാധിക്കണം. ഒരു വിഷയം കൂടി പലരോട് പറഞ്ഞിട്ടുള്ള വ്യക്തിബന്ധങ്ങളാണ്. ഇന്ന് യുവതി യുവാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിവേകത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം കൂടിയാണ് വ്യക്തിബന്ധങ്ങൾ. സൗഹൃദങ്ങൾ നല്ലതാണ്, പക്ഷെ ആ സൗഹൃദങ്ങൾക്കുള്ളില് കടന്നുകൂടുന്ന അപകടകരമായ, ആരോഗ്യകരമല്ലാത്ത ചില വ്യക്തിബന്ധങ്ങള് നിങ്ങൾ പഠിക്കണം, തിരിച്ചറിയണം. നമ്മുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യം കളയുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാൻ സമ്മതിക്കാത്ത, സ്വതന്ത്രമായി ചലിക്കാൻ സമ്മതിക്കാത്ത, സ്വതന്ത്രമായി ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത വ്യക്തിബന്ധങ്ങൾ ഇന്ന് കൂടി വരുന്നുണ്ടോ എന്ന് ഞാനല്ല, നിങ്ങൾ തന്നെ പറയണം. ഇല്ലേ? ഇല്ലേ? ചെറുതാക്കി ഇല്ലേ? നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്, യഥാർത്ഥ ചിന്ത ശൈലികൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നിങ്ങൾ പലതിലും അടിമയായി പോകുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തിബന്ധങ്ങൾ. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്വല്പം 80-കളിലും 90-കളിലൊക്കെ ജനിച്ചവർക്ക് അറിയത്തില്ല എങ്കിലും 2K കിഡ്സിന് നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് അച്ഛനെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് നമ്മുടെ സ്നേഹബന്ധങ്ങൾ, എല്ലാ സ്നേഹബന്ധത്തിലും ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, ഒരു പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം, തുറന്ന് സംസാരിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിരിക്കണം. ആ വ്യക്തിബന്ധത്തിന് മാത്രമേ നമുക്കൊരു നല്ല സാമൂഹിക ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മതത്തിനെതിരായിട്ടും രാഷ്ട്രീയത്തിനെതിരായിട്ടും ഒരു സംഘം മറ്റൊരു സംഘത്തിനെതിരായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്:
വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങള് അത് സാമൂഹിക ബന്ധങ്ങളില് പ്രതിഫലിച്ചു തുടങ്ങി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശിശുനപൂർവ്വം നിർത്തുകയാണ്. ഈ ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് പരിശോധിക്കുക. നമ്മുടെ ചിന്ത ഉയർന്ന നിലവാരം എവിടെയാണ് ചിന്തിക്കുക. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാർ കൊടുക്കുന്ന സ്ഥാനം, നമ്മുടെ ഗുരുഭോഗർ കൊടുക്കുന്ന സ്ഥാനം, ആത്മീയ നേതാക്കന്മാർ കൊടുക്കുന്ന സ്ഥാനം, നാം വിശ്വസിക്കുന്ന നമ്മുടെ മതത്തിന് കൊടുക്കുന്ന സ്ഥാനം, നാം വിശ്വസിക്കുന്ന മതത്തോടൊപ്പം തന്നെ മറ്റു മതങ്ങൾ കൊടുക്കുന്ന സ്ഥാനം, ഒരു പുരുഷന് ഒരു സ്ത്രീ കൊടുക്കുന്ന സ്ഥാനം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ കൊടുക്കുന്ന സ്ഥാനം, അമ്മയ്ക്ക് മക്കൾ കൊടുക്കുന്ന സ്ഥാനം, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ ചിന്തിക്കണം, നല്ലതുപോലെ പഠിക്കണം. അതിനുശേഷം ഏറ്റവും നല്ല ഒരു ഉത്തമ പൗരനായിട്ട് ഈ ഭാരതത്തിന് നെഞ്ചു തിരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇതിന്റെ ആശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കുവാനുള്ള വേദിയുന്നുണ്ട് സോഷ്യൽ മീഡിയ. പക്ഷെ ആരെയും അപമാനിക്കാതെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് രാഷ്ട്രത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന നല്ല പൗരന്മാരായി തീരുവാനായി സാധിക്കുകയെന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ചെയ്യുന്ന ഈശോ തന്നെയാണ് ഏറ്റവും നല്ല ഒരു സ്വതന്ത്ര വിമോചകനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈശോയാണ് അവനെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മാറ്റിയത്, അവന്റെ ശാരീരികമായ അടിമത്തമായത്, രോഗങ്ങളിൽ നിന്ന് മാറ്റിയത്, മാനസികമായ തലത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് മാറ്റിയത്, എല്ലാ തിന്മകളിൽ നിന്നും വിടുവിക്കുവാനുള്ള വിമോചകനായ മാറിയത് ക്രിസ്തുവാണ്. അതിനാണ് ഞാൻ അഭിമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഭാരതത്തിന്റെ മറ്റേത് രാജ്യത്തിൽ ജനിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഭാരതത്തിന് എല്ലാ മതത്തെയും എല്ലാ രാഷ്ട്രീയക്കാരെയും വർണ്ണവർഗ വിവേചനമില്ലാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈ ഭാരതത്തിന്റെ പൗരനായിരുന്നു ഞാൻ അഭിമാനിക്കുന്നു. അഭിമാനിക്കാൻ നമുക്ക് ധാരാളമുണ്ട്. നല്ലതിനു വേണ്ടി നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ഭാരതം ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ. ജയിക്കും.